മൂന്നാറിലേക്ക് എത്തുന്ന സാഹസിക സഞ്ചാരികൾക്കായി പാരാസെയിലിംഗ് പദ്ധതിയുമായി ഹൈഡൽ ടൂറിസം വകുപ്പ്. ഇതിന്റെ ഭാഗമായി മാട്ടുപ്പെട്ടി ജലാശയത്തിൽ പാരാസെയിലിംഗ് പരീക്ഷണ പ്രകടനം നടത്തി. പ്രകൃതി മനോഹാരിത മാത്രമല്ല, വ്യത്യസ്തമായ വിനോദ ഉപാധികൾ കൂടി മൂന്നാറിലേക്ക് എത്തിച്ച് കൂടുതൽ സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഹൈഡൽ ടൂറിസം വകുപ്പ് ഇടുക്കിക്ക് ഒട്ടും പരിചിതമല്ലാത്ത പാരാസെയിലിംഗ് എന്ന പദ്ധതിയുമായി രംഗത്തെത്തിയത്. വിശാലമായ മാട്ടുപ്പെട്ടി ജലാശയത്തിലാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി പരീക്ഷണ പറക്കലും നടത്തി. കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പവർ ബോട്ട് മറൈൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുമായി ചേർന്ന് വരുമാനം പങ്കിടൽ വ്യവസ്ഥയിൽ പദ്ധതി നടപ്പാക്കുന്നതിനാണ് ഹൈഡൽ ടൂറിസം വകുപ്പിന്റെ നീക്കം. പ്രകൃതി മനോഹാരിതയുടെ നടുവിൽ ഇടുക്കിക്ക് പരിചിതമല്ലാത്ത പുതിയ പദ്ധതി എത്തുന്നതോടെ കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. കൊച്ചി ബേസായ കമ്പനിയാണ് ഈ ബോട്ട് നിർമ്മിച്ചത്. മാട്ടുപ്പെട്ടി ഡാമിൽ ആദ്യമായിട്ട് ഇവിടെ പാരാസെയിലിംഗിന്റെ ഒരു ട്രിപ്പ് ആരംഭിക്കാൻ വേണ്ടി കൊണ്ടുവന്നേക്കണം. അതിന്റെ ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ കൊച്ചിയിലാണ് ഇത് നിർമ്മിച്ചത്. മൂന്നാറിനെ ടൂറിസം രംഗത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിനായി വിവിധ പദ്ധതികൾ സർക്കാർ നടപ്പാക്കി വരുന്നുണ്ട്. മുമ്പ് സീപ്ലെയിൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിമാനം മാട്ടുപ്പെട്ടി ജലാശയത്തിൽ ഇറങ്ങുകയും ചെയ്തിരുന്നു. പിന്നീട് പദ്ധതിക്കെതിരെ വനംവകുപ്പ് രംഗത്തെത്തിയത് ഏറെ വിവാദമായി. മൂന്നാറിന്റെ ടൂറിസം വികസനത്തിന് തുരങ്കം വയ്ക്കാൻ വനംവകുപ്പ് വ്യാപകമായി നീക്കം നടത്തുന്നു എന്ന ആരോപണവും ശക്തമാണ്. അമൃത ന്യൂസ്, ഇടുക്കി.